കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് പാരറ്റിക് മെട്രിക്സിന്റെ ഭാഗമല്ലേ. അതായത് ഒരു സി തന്നിട്ടുണ്ട്, നമുക്ക് ഒരു കോഡ് സി തന്നിട്ടുണ്ട്. ആ സിയുടെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറേറ്റർ മെട്രിക്സിനെ നമ്മൾ ജി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിയുടെ റോസ്, അതായത് ജിയുടെ റോസ് എന്തായിരിക്കും? സിക്ക് ഒരു ബേസിസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. അതുപോലെ എച്ചിന്റെ പ്രത്യേകത എന്താ? എച്ചിന്റെ കോളംസ് സി പർപ്പിന് ഒരു ബേസിസ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ജി തന്നു കഴിഞ്ഞാൽ എച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാ? ജിയുടെ RREF കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഒരു ഐഡന്റിറ്റി, പിന്നെ ഒരു ഐഡന്റിറ്റിയും പിന്നെ ഒരു എക്സും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണില്ല, അവൻ ഒരു എന്തോ ഒരു ഒരു സബ് മെട്രിക്സ്. ഐഡന്റിറ്റി ആദ്യം കിടന്നിട്ട് ഒരു എക്സ് ആണ് കിടക്കണമെങ്കിൽ നമ്മ എന്താ ഡയറക്റ്റ് ആ എക്സ് ആദ്യം എടുക്കും, എന്നിട്ട് എക്സിന്റെ അടിയിൽ വേറെ ഐഡന്റിറ്റി നമ്മൾ ആഡ് ചെയ്യുമല്ലേ. അതിന്റെ ഓർഡർ ഒക്കെ ഉണ്ട്, നമ്മ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഈ മോഡലിലാണെങ്കിൽ ആ കോഡിന് എന്താ പറയാ? സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും. സിസ്റ്റമാറ്റിക് കോഡ്, സീനെ സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും. ജനറേറ്റർ മെട്രിക്സ് ഈ ഫോമിലാണെങ്കിൽ, ഈ ഫോമിന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ അതിനെ സിസ്റ്റമാറ്റിക് കോഡ് എന്ന് പറയും. ഇനി ഈ ഫോമിലല്ലെങ്കിലോ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ഇപ്പൊ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് നമ്മ അതിന്റെ ഓരോ കോളത്തിന്റെ നമ്പർ എടുത്തിട്ട് അത് ഐയിലെ ഐഡന്റിറ്റിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെ റീചേഞ്ച്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതൊക്കെ കോളത്തിനാണോ മാറ്റി ചേഞ്ച് ചെയ്തത്, അങ്ങനെ മാറ്റി ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ IX ഫോമിലേക്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് എച്ച് കണ്ടുപിടിക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ XI എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ലാസ്റ്റ് ആ നേരത്തെ നമ്മ കോളംസിൽ എന്തൊക്കെയാണോ ചേഞ്ച് വരുത്തിയ അത് ഇവിടെയും വരുത്താം. അപ്പൊ പിന്നെ നമുക്ക് എച്ചും കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഭാഗത്ത് ഒരു മെയിൻ കാര്യം പറഞ്ഞില്ല. ആ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ കോഡാണ്. ലീനിയർ കോഡിന്റെ ഡിസ്റ്റൻസ്, നമ്മൾ കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, അതിലെ ഓരോ കോഡ് വേർഡ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിൽ മിനിമം ആയിരുന്നു, അതിൽ സ്മോളസ്റ്റ് വൺ ആയിരുന്നു കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ലീനിയർ കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ, അത് സപ്പോസ് വിചാരിക്കുക സിയിൽ എന്താ V1, ഇതാണ് സി എന്ന് വിചാരിക്കുക. ഇതൊരു ലീനിയർ കോഡ് ആണെന്ന് വിചാരിക്കുക. ലീനിയർ കോഡ് ആണെങ്കിൽ ഈ എന്ന് പറയുന്നത് 2k മോഡലായിരിക്കും എപ്പോഴും, അത് നമുക്കറിയാം. അപ്പോൾ ലീനിയർ കോഡിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? 2k ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ ആണ് k എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ V1 പ്ലസ് V2 ഏതിൽ തന്നെ ഉണ്ടാവും? സിയിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ഇതിൽ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിന് മിനിമം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് V1 V2 എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് V1 പ്ലസ് V2 അല്ലേ? പക്ഷെ V1 പ്ലസ് V2 എന്ന് പറയുന്നത് എവിടെ തന്നെ ഉണ്ടാവും? സിയിൽ തന്നെ ഉണ്ടാവില്ലേ? അതായത് ഇത് വേറെ ഏതോ ഒരു VK വേണ്ട, ഒരു VP എന്ന് കൊടുക്കാം പേര്. V1 പ്ലസ് V2 എന്ന് പറയുന്നത് ഈ സിയിലുള്ള ഒരാൾ തന്നെയാ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഓഫ് V1 V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡിൽ തന്നെ ഉള്ള ആരുടെയോ ഒരു വെയിറ്റ് ആണ് അല്ലെ. ഈ കോഡിൽ തന്നെ ഉള്ള ഏതോ ഒരു വേർഡിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് എ ലീനിയർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിസ്റ്റൻസ് എന്താ പറയാ? സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്. എല്ലാ കോഡ് വേർഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ അതിൽ സ്മോളസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് എന്ത് എടുത്താൽ മതി? ലീനിയർ കോഡിൽ ഓരോ കോഡ് വേർഡിന്റെയും വെയിറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലെ മിനിമം വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ആ മിനിമം വെയിറ്റ് വേറെ ഏതെങ്കിലും രണ്ട് കോഡ് വേർഡ് ആഡ് ചെയ്യുമ്പോൾ വന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് ആയിട്ട് പറയാം. അതായത് ഒരു ലീനിയർ കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ? അതിലെ എല്ലാ കോഡ് വേർഡ്സിന്റെയും ഡിസ്റ്റൻസ് വെയിറ്റ് എടുത്തിട്ട് അതിലെ മിനിമം വെയിറ്റ് എത്രയാണോ വരണേ അതാണ് ആ ലീനിയർ കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുറച്ച് നേരത്തെ മുന്നേ പറയേണ്ടതായിരുന്നു, അത് പെട്ടെന്ന് സ്കിപ്പായി പോയി ആ ഭാഗം. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ K⁻K. അത് ഞാൻ K⁻K പറഞ്ഞത്, ഇപ്പൊ നമുക്ക് ഒരു സി ഉണ്ട്, സിയുടെ ഡയമെൻഷൻ K ആണ്, ലെങ്ത് N ആണ്, ഡിസ്റ്റൻസ് D ആണ്. എപ്പോഴും ഇനി NKD എന്ന് പറയും. അതായത് ലെങ്ത് N, ഡയമെൻഷൻ K, ഡിസ്റ്റൻസ് D, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു സീനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് മൂന്നും വേണം ഒരു സീനെ ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സിയുടെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? G. അപ്പൊ ജിയുടെ ഓർഡർ എന്താ? എത്ര റോസ് ഉണ്ടോ അത്രയും ഡയമെൻഷൻ ആയിരിക്കും സിക്ക് വരിക. അപ്പൊ ജിയുടെ റോസിന്റെ എണ്ണം എന്ന് പറയുന്നത് K ആയിരിക്കും. K ബൈ പിന്നെ ഒരു ലെങ്ത്, കോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? N ആണ്. അപ്പൊ ജിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ K/N മെട്രിക്സ് ആയിരിക്കും G എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടാൻ പോകുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഈ സിയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും?
ഒരു യു ഇൻറ്റു ജി മോഡലായിരിക്കും. അപ്പൊ യുവിന്റെ ഓർഡർ എന്താ 1/k. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യപ്പെട്ട് നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും 1/n. അത് സിയിലെ ആൾക്കാർ. ആ സിയിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? യു ജി ആണ്. അതായത് 1/k, അതായത് കെ ലെങ്ത്തുള്ള എല്ലാ വേർഡ്സ് എടുക്കുക, ജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ ഡിഫറെന്റ് കോഡ് വേർഡ്സ് കിട്ടുകൊണ്ടിരിക്കും. അതായത് മൊത്തം എത്ര യുകൾ കിട്ടും? അത് കെ ലെങ്ത്തുള്ള എത്ര വേർഡ്സ് ഉണ്ട്? 2k വേർഡ്സ് ഉണ്ട്. അപ്പൊ മൊത്തം നമുക്ക് 2k കോഡ് വേർഡ്സ് കിട്ടും. അതായത് ഓരോ യൂണി കറസ്പോണ്ട് ചെയ്തിട്ട് ഓരോ വി കിട്ടും. അപ്പൊ അതുകൊണ്ട് 2k വികൾ നമുക്ക് എങ്ങനെ കിട്ടും? സിയിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു വേർഡ് എൻകോഡ് ചെയ്യാൻ പറഞ്ഞ് തരാന്നിരിക്കാം. അതായത് വേർഡ് എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് k, അത് കെ ലെങ്ത് ഉള്ള ഒരു വേർഡ് ആയിരിക്കും തരാം. എന്നിട്ട് ജനറേറ്റർ മെട്രിക്സ് ജി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സിയിലെ ഒരു വേർഡാക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? ആ വേർഡിനെ ഇൻറ്റു ജി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു മെട്രിക്സ് ഏതാണ്, അതായത് ജി ഈക്വൽ ടു 1 0 0 0 1 0 1 0 1 0 0 1 0 0 0 0 1 0 1 1 0. ഇത് പേജ് നമ്പർ 51 ആണ് ടെക്സ്റ്റിൽ. ലാസ്റ്റ് 0 0 0 1 0 1 1. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ജി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു IX ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. ഒരു ഐഡന്റിറ്റി അല്ല ആദ്യം കിടക്കണേന്ന് നോക്കി. ഇത് ഞാൻ അങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കാണിച്ചു തരാം. അല്ല വേണ്ട, ഒരു ലൈൻ വരയ്ക്കാം. നോക്കി, ഇത്രയും ഭാഗം ഒരു ഐഡന്റിറ്റി, ഒരു IX മോഡൽ അല്ലേ? ഫസ്റ്റ് ഒരു 4x4 ഐഡന്റിറ്റി, പിന്നെ ഒരു എക്സ്, പിന്നെ ഒരു സബ് മെട്രിക്സ്. അതിന്റെ ആ മോഡലാണ്. ഇതിന്റെ എച്ച് നമുക്ക് ഈസിയാണ്. വേണമെങ്കിൽ നമുക്ക് എച്ച് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ എച്ച് എന്താ വരിക? എച്ച് ഈക്വൽ ടു 1 0 1 1 0 0 1 1 0 0 1 1 1 0 0 0 1 0 0 0 1. ഇതാണ് എന്ത് വരാ? എച്ച് വരാ. പാരറ്റിക് മെട്രിക്സ്. കാരണം ഇത് IX മോഡലാണ്. നമുക്ക് ഇനി ഒന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. അതായത് ഓർഡർ മാറ്റാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എച്ച് വെറുതെ എഴുതി വെക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻകോഡ് ഒരു 4 വേർഡ്സ് എൻകോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയിലെ വേർഡ്സ് ആയിരിക്കും. ഇവിടുത്തെ കെ എത്രയാ? കെ എന്ന് പറയുന്നത് 1 2 എത്ര റോസ് ഉണ്ട് നോക്കണം. 4 റോസ്. അപ്പൊ ഇത് 4 ലെങ്ത് ഉള്ള വേർഡ്സുകളാണ് ഇത് വെച്ച് എൻകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ട്രൂ അല്ലേ? അത് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. അതായത് 4 ലെങ്ത് ഉള്ള വേർഡ് ആണോ നമുക്ക് എൻകോഡ് ചെയ്യാൻ തന്നാണ്. ഇവിടെ 4 ലെങ്ത് ഉള്ള വേർഡ്സ് ആണ്. ഇവിടെ ഒരെണ്ണം മാത്രം എടുക്കാം. നമുക്ക് 0 1 1 1 എടുക്കാം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? 0 1 1 ഇൻറ്റു ജി കണ്ടുപിടിക്കണം. അതെന്താ കിട്ടുക? ഇതിന് നമുക്കൊരു യു എന്ന് കൊടുക്കാന്നിരിക്കുക. യു ജി എന്താ കിട്ടുക? യു ജി ഈക്വൽ ടു ഫസ്റ്റത്തെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 1 1 1 0 0 1. ഇതാണ് എന്ത് വരാ? യു ജി വരാ. അതായത് 0 1 1 1 അത് നിങ്ങൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കിയോളൂ. അതായത് നമുക്കിപ്പോ തന്നത് 0 1 1 1 ആണ്. അത് 4 ലെങ്ത്തുള്ള വേർഡാണ്. 4 ലെങ്ത്തുള്ള വേർഡുകളെ ഇതിലേക്ക് എൻകോഡ് ചെയ്ത് നമുക്ക് സിയിലെ, അപ്പൊ കിട്ടണത് സിയിലെ വേർഡല്ലേ? 4 ലെങ്ത്തുള്ള വേർഡ് നോക്കി 7 ലെങ്ത്തുള്ള വേർഡാണ്. ജിയിലെ മെട്രിക്സ് നോക്കി നമുക്ക് മനസ്സിലാവും 7 ലെങ്ത്തുള്ള വേർഡാണ്. അപ്പൊ ഇതിന്റെ ജിയുടെ ഓർഡർ 4/7 ആണ്. അപ്പൊ ജി ഒരു സിയുടെ ജനറേറ്റർ മെട്രിക്സ് ആണ്. അപ്പൊ സിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 ലെങ്ത്തുള്ള വേർഡാണ് എൻകോഡ് ചെയ്ത് ഈ സിയിലെ ആളാക്കി മാറ്റാം. അതുകൊണ്ട് 4 ലെങ്ത്തുള്ള 4 വേർഡ്സ് ആണ് തന്നെ അത് എൻകോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. എൻകോഡ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് ഇൻറ്റു ജി ചെയ്യുക. അപ്പൊ നമുക്ക് സിയിലെ വേർഡ് കിട്ടും. ഓക്കെ. എന്നിട്ട് ഈ സിയിലെ വേർഡ് നമ്മ അയക്കുകയാണ്. എന്നിട്ട് ഒരു ഡബ്ല്യു ആയിട്ട് റിസീവ് ചെയ്തു. എന്നിട്ട് ആ ഡബ്ല്യുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യുക.
അതായത് ഒരു റിസീവ്ഡ് വേർഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുക. എൻകോഡ് ചെയ്യുന്നത് ഏതിനാ, നമ്മുടെ ഒരു ഇൻഫോർമേഷനെയാണ് സിയിലെ വേർഡ് ആക്കി എൻകോഡ് ചെയ്യുക. അപ്പൊ എൻകോഡ് ചെയ്താലും ഡീകോഡ് ചെയ്യാൻ പറഞ്ഞാലും വ്യത്യാസമുണ്ട്. എൻകോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് ഒരു കെയിലെ വേർഡായിരിക്കും തരണത്, കിട്ടണതോ സിയിലൊരു വേർഡും. പക്ഷെ ഡീകോഡ് ചെയ്യാൻ പറഞ്ഞാലോ നമുക്ക് റിസീവ്ഡ് വേർഡ് ഡബ്ല്യു ആണ് തരിക, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, സെൻഡ് വേർഡ് വി ഏതാണ്, സിയിലുള്ള വി ഏതാന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ആ ഇനി ഈ പ്രോബ്ലം ചെയ്തത് വേറൊരു മോഡൽ, അതായത് ഉത്തരം നമുക്ക് ഏത് തന്നെ കിട്ടുള്ളൂ. 0 1 1 1 0 0 1. ഓക്കെ, ഉത്തരം ശരിയാണ്. ഇതില് ഇവര് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ജനറേറ്റർ മെട്രിക്സ് ഈ ഫോമിലാണ് കിടക്കണെന്നിരിക്കുക. അത് ജി എന്താ, ഐ എക്സ്, അത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കണത്, ഐ എക്സ് മോഡലിലാണ് കിടക്കണത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡർ എന്താ, ഐ എക്സിന്റെ ഐ എന്ന് പറയുന്നത് ഒരു കെ ബൈ കെ ഐഡന്റിറ്റിയും, എക്സ് എന്ന് പറയുന്നത് റോസിന്റെ എണ്ണം സെയിം, കെ ബൈ എൻ മൈനസ് കെ, അങ്ങനെയാണ് കിടക്കുക. നിങ്ങൾ കോളത്തിന്റെ എണ്ണം കിട്ടാനായിട്ട് കെന്ന് കുറയ്ക്കണല്ലോ, അതുകൊണ്ട് കെ ബൈ എൻ മൈനസ് കെ ആണ് ഇത്, എൻ മൈനസ് കെ ആയിട്ടാണ് എടുക്കുക. അത് നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. അത് നമുക്ക് ഈ ജി യു ജി അല്ലേ ചെയ്യേണ്ടത്, യു ഇൻറ്റു ജി, അതെന്ന് പറഞ്ഞാൽ എന്താ, യു ഇൻറ്റു ഐ എക്സ് അല്ലേ, യു ഇൻറ്റു ഐ എക്സ് ആണ്. ഐഡന്റിറ്റി വെച്ച് എന്തിനു മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, അത് തന്നെയാണ് വരിക. അപ്പൊ ഇതിൽ വരാൻ പോണ ആദ്യത്തെ ഇത് കെ ബൈ കെ ഐഡന്റിറ്റി ചെയ്തതിന്റെ ആദ്യത്തെ കെ എലമെന്റ്സ് നമ്മൾ എടുത്തു. ഈ കെ എലമെന്റ്സ് ഏത് തന്നെ വരുള്ളൂ, യു തന്നെയാണ് വരിക. ഫസ്റ്റ് കെ എലമെന്റ്സ് ഏതാ വരിക, യു ആണ് വരിക. ബാക്കി എത്ര എണ്ണം ഉണ്ട്, എൻ ആവാൻ എൻ മൈനസ് കെ ആൾക്കാരുണ്ട്. അതാണ് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാനുള്ളൂ. അതായത് ആദ്യത്തെ കെ എലമെന്റ്സ് ഏത് തന്നെയാണ് വരിക, യു തന്നെയാണ് വരിക. ബാക്കി ഏതാ വരിക, അത് നമ്മൾ യു ഇൻറ്റു എക്സ് ചെയ്യണം. അതെന്താ വരിക, യു ഇൻറ്റു എക്സ്. മനസ്സിലായ? അതായത് ഒരു ജനറേറ്റർ മെട്രിക്സ് സ്റ്റാൻഡേർഡ് ഫോമിലാണ്, അല്ലെങ്കിൽ നമുക്ക് തന്ന സി ഒരു സിസ്റ്റമാറ്റിക് കോഡാണ് എങ്കിൽ എൻകോഡ് ചെയ്യാൻ നമുക്കൊരു യു തന്നിട്ടുണ്ടെങ്കിൽ ആ യുവിന്റെ, അപ്പൊ യു എന്ന് പറയുന്നത് എന്താ, കെയിൽ ഒരു വേർഡ് ആയിരിക്കും. നമുക്ക് കിട്ടേണ്ടത് ഏതാ, എൻ ലെങ്ത് ഉള്ള ഒരു വേർഡാണ്. അപ്പൊ യു ഇൻറ്റു ജി ചെയ്യുമ്പോൾ എന്താ വരിക, ആദ്യത്തെ എൻ വേർഡ്സ്, ആദ്യത്തെ കെ വേർഡ്സ് ഏത് തന്നെ വരും, യുവിലെ ഡിജിറ്റ്സ് തന്നെ ആയിരിക്കും. അതായത് യു ആണ് ആദ്യം വരിക, ബാക്കി എന്താ വരിക, ആ യു ഇൻറ്റു എക്സ്, അതായത് യു ഇൻറ്റു ഐ, ബാക്കി യു ഇൻറ്റു എക്സ്. യു ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ യു തന്നെ. അതുകൊണ്ട് ആദ്യത്തെ കെ ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഏതില്, സിസ്റ്റമാറ്റിക് കോഡ് ആണെങ്കിൽ. അത് സിസ്റ്റമാറ്റിക് കോഡ് ആണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് എൻകോഡ് ചെയ്യാൻ ഈസി ആയിരിക്കും കുറച്ചുകൂടി. ഇനി അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വി തന്നിട്ടുണ്ട്. അതായത് ഏതോ ഒരു യുവിനെ എൻകോഡ് ചെയ്ത് എന്ത് കിട്ടി, എൻകോഡ് ചെയ്ത് എന്ത് കിട്ടി, വി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജി തന്നിട്ടുണ്ട് പ്രത്യേകം എടുത്ത്. അതായത് വി യു ഇൻറ്റു ജി തന്നത് 1 1 0 0 1 0 1 0 1 1 0 1 0 1 1 0 1 1 0 1 1, അടുത്തത് 1 1 0 0 1 1 0, അടുത്തത് 0 1 1 0 1 1 0 0 0 0. യു ഇൻറ്റു ജി ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയാണെന്ന് പറയുന്നത്, 0 0 0 0 1 0 1, ഇതാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ യു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് യു അറിയാം, യു എന്ത് എന്ത് മോഡലിലാണ് എടുക്കുക, എത്ര ലെങ്ത് ആയിരിക്കും യുവിന്, 1/k, ഇവിടത്തെ കെ എത്രയാ, 5, അതായത് 5 ലെങ്ത് ഉള്ള ഒരു വേർഡാണ്. അപ്പൊ നിങ്ങൾ യുവിനെ വെറുതെ എങ്ങനെ എഴുതുക, നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. യുവിനെ എങ്ങനെ എഴുതുക, u1 u2 u3 u4 u5, u1 u2 u3 u4 u5.
ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 ഇക്വേഷൻ കിട്ടും. 5 ഇക്വേഷനിൽ നമുക്ക് എന്തായാലും U1 ഏതാ U2 ഏതാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ U1 ഇൻറ്റു ഫസ്റ്റത്തെ കോളം ചെയ്യുമ്പോൾ എന്താ വരിക? U1 പ്ലസ് U3 പ്ലസ് U4 ഈക്വൽ ടു ഈ ഫസ്റ്റത്തെ ഡിജിറ്റ് 0. U1 പ്ലസ് U3 പ്ലസ് U4 U1 പ്ലസ് U3 പ്ലസ് U4 ഈക്വൽ ടു 0. അടുത്തത് U1 പ്ലസ് U2 പ്ലസ് U4 പ്ലസ് U5 U4 പ്ലസ് U5 ഈക്വൽ ടു 0. അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ U1 പ്ലസ് U2 പ്ലസ് U4 പ്ലസ് U5 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി അടുത്തത് U2 പ്ലസ് U3 പ്ലസ് U5 ഈക്വൽ ടു 0. U2 പ്ലസ് U3 പ്ലസ് U5. അടുത്തത് U3 ഈക്വൽ ടു 0. അപ്പൊ U3 ഈക്വൽ ടു 0 നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഫോർത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ U3 ഈക്വൽ ടു 0 ആണ്. അടുത്തത് U1 പ്ലസ് U2 പ്ലസ് U4 ഈക്വൽ ടു 0. അടുത്തത് U3 പ്ലസ് U4 ഈക്വൽ ടു 0. അടുത്തത് U1 പ്ലസ് U2 പ്ലസ് U3 ഈക്വൽ ടു 0. സോറി, അത് ഫിഫ്ത്ത് ഇക്വേഷൻ ഈക്വൽ ടു 0 അല്ല, 1 ആണ്. 1 2 3 4 5. ഫിഫ്ത്ത് ഇക്വേഷനിൽ 1, ലാസ്റ്റ് ഇക്വേഷനിൽ 1 ആണ്. ലാസ്റ്റ് ഇക്വേഷനിൽ 1 ആണ്. കാരണം ഈക്വൽ ടു ഡിജിറ്റ്സ് ഞാൻ എല്ലാം 0 എടുത്തു, അല്ല 1 വരുന്നുണ്ട്. അപ്പൊ U3 0 ആണ് അല്ലേ? U3 0 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുക, ഇതിൽ U3 0 ആണ്. അപ്പൊ U4 എന്താവും? 0. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് U4 0 കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ആയിട്ട് മാറ്റലയാ. U3 U4 0 ആണ്. അപ്പൊ U3 U4 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നോക്കി U3 U4 0 എടുത്തു കഴിഞ്ഞാൽ U1 എന്താവും? 0 ആവും. അപ്പൊ ആ ഇക്വേഷൻ മാറ്റളയാം. ഇനി നമുക്ക് ഏതൊക്കെ കിട്ടാനുള്ള? U2 U5 കിട്ടണല്ലേ? അപ്പൊ ഇവിടെ U1ഉം U3യും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റളഞ്ഞ എന്ത് വരും? ഈ ഇക്വേഷനിൽ നിന്ന് ലാസ്റ്റ് കിടക്കുന്നത് U1ഉം U3യും 0 ആണ്.
അപ്പൊ u2 എന്ത് വരും? 1 വരും. അപ്പൊ u2 = 1 എന്ന് വന്നു. ആ ഇക്വേഷൻ മാറ്റിക്കളഞ്ഞു. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. u1 u4 0, u2 1. അപ്പൊ ഇക്വേഷൻ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ഇനി അടുത്തത് u2 u3 0. അപ്പൊ u5 എന്ത് വന്നു? 0 വന്നു ഈ ഇക്വേഷനിൽ നിന്ന്. അപ്പൊ ഈ ഇക്വേഷൻ മാറ്റിക്കളയാ. ഇത് നോക്കിയേ. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? u1 u2 u4 u5. ആ ഇക്വേഷനിൽ ആ ഇക്വേഷനിൽ ഫസ്റ്റ് എത്രാമത്തെ ഇക്വേഷൻ ആയിരുന്നു? അത് മാറ്റു ഒരു മിനിറ്റ്. u1 u2 u4 u5 അത് ആഡ് ചെയ്യുമ്പോൾ 1 ആണ് വരേണ്ടത്. ഇവിടെ എന്തോ ഒരു അപ്പൊ ആ മെട്രിക്സിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോളൂ. എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ എന്ന് തോന്നുന്നു. നമുക്ക് ചെയ്തതിലാണോ? അത് എന്തായാലും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. 5 ഇക്വേഷൻ മോർ ദാൻ ഇനഫ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. 5 ഇക്വേഷൻ അല്ല, 7 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് 5 ഡിജിറ്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, 7 ഡിജിറ്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് പെട്ടെന്ന് കിട്ടും. സോറി, 5 ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളൂ. 7 ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി അയച്ചു തരാം. ഞാൻ വേറൊരു പേജിൽ എഴുതി അയച്ചു തരാം ആ ഭാഗം. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു വി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആദ്യത്തെ അത് സപ്പോസ് വിചാരിക്കുക അത് സിസ്റ്റമാറ്റിക് കോഡ് ആണെങ്കിൽ ആദ്യത്തെ കെ ഡിജിറ്റ്സ് എന്തായിരിക്കും? യു തന്നെയായിരിക്കും. എൻകോഡ് ചെയ്യാൻ തന്ന ഇൻഫർമേഷൻ ഏതാണോ അതായിരിക്കും യു. അതുകൊണ്ട് ആദ്യത്തെ കെ ഡിജിറ്റ്സിന് നമ്മൾ ഇൻഫർമേഷൻ ഡിജിറ്റ്സ് എന്ന് പറയും. ബാക്കി n-k ഡിജിറ്റ്സിന് എന്ത് പറയും? പാരിറ്റി ചെക്ക് ഡിജിറ്റ്സ് എന്ന് പറയും. അത് ഇപ്പൊ ഇൻ കേസ് അത് സിസ്റ്റമാറ്റിക് കോഡ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാ. എന്ത് ചെയ്താൽ മതി? സിസ്റ്റമാറ്റിക് കോഡിനെ അല്ല, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു കോഡിനെ അത് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ പോരെ? ജിയുടെ ആ കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ആ ഇന്റർചേഞ്ച് ചെയ്യണ ആ കാര്യം, അത് ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്തിലേക്ക് ആക്കാൻ പറ്റും? സിസ്റ്റമാറ്റിക് കോഡ് ആക്കാൻ പറ്റും. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് അല്ലെങ്കിലും നമ്മൾ എന്ത് പറയും? ആദ്യത്തെ കേഡിജിറ്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് അതിനെ സിസ്റ്റമാറ്റിക് ആക്കുക. എന്നിട്ട് ആദ്യത്തെ കേഡിജിറ്റ്സിനെ, അതായത് ഇപ്പൊ സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു കോഡാണ് തന്നാണ്. അപ്പൊ നമുക്കൊരു വി തന്നിട്ടുണ്ട്. ആ വീനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് കോഡ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യാം? ആദ്യത്തെ കെ ഡിജിറ്റ്സിനെ ഇൻഫർമേഷൻ ഡിജിറ്റ്സ് എന്നും ബാക്കി n-k പാരിറ്റി ചെക്ക് ഡിജിറ്റ്സ് എന്നും വിളിക്കും. ഓക്കെ. അപ്പൊ ഈ അടുത്തവർ പറയുന്നത് ഇക്വാലൻ കോഡ്. ഇക്വാലൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സി ഈക്വൽ ടു 100111101. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഇത് 1 2 3 ആ ഓർഡറിൽ എടുക്കാന്നിരിക്കുക. ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് 1 3 2 ആന്നിരിക്കുക. അതായത് അപ്പൊ ഇതിനെല്ലാത്തിന്റെയും എന്ത് ചെയ്യുക? എല്ലാത്തിനും ഒരേപോലെ തന്നെ പെർമിറ്റ് ചെയ്യുക. 1 2 3 1 3 2 ആക്കുക. അതായത് ആദ്യം 1 ഒരു ചേഞ്ചും ഇല്ല. അത് ഫസ്റ്റ് ഡിജിറ്റിന് സെയിം ഇല്ല. ബാക്കി രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ആദ്യത്തേന് 100 തന്നെ വരും. അടുത്തത് 111 തന്നെ വരും. മൂന്നാമത്തെയോ 110 വരും. 2 3 ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഈ സിന്ന് ഒരു സി ഡാഷ് നമുക്ക് കിട്ടണില്ലേ ഒരു പെർമിറ്റേഷൻ വഴി? അതിനെ പറയുന്നതാണ് അതിന്. അപ്പൊ ഈ സിയും സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലന്റ് കോഡ്സാ. അതായത് സെയിം പെർമ്യൂട്ടേഷൻ വഴി എല്ലാ വേർഡ്സിനെയും ഒരേപോലെ പെർമ്യൂട്ട് ചെയ്ത് പുതിയൊരു കോഡ് സി ഡാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സിയും സി ഡാഷ് എന്താന്ന് പറയും? ഇക്വലന്റ് ആന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിന്ന് നമുക്ക് നേരത്തെ ഇതുപോലെ പെർമ്യൂട്ട് ചെയ്തിട്ടല്ലേ നമ്മ ഒരു IX മോഡൽ അല്ലേന്ന്, അതായത് സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലാത്ത ഒരു മെട്രിക്സ് ജനറേറ്റർ മെട്രിക്സിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കി മാറ്റണത്. അതായത് ഏത് മെട്രിക്സ് എന്നാലും നമുക്ക് അതിനെ ഇങ്ങോട്ടാക്കി മാറ്റാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ പറ്റും. അതായത് ഏത്
കോഡും ഒരു സിസ്റ്റമാറ്റിക് കോഡിനോട് എന്തായിരിക്കും? ഇക്വലന്റ് ആയിരിക്കും. കാരണം അതിനെ ഈ കോളംസ് ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്താക്കാം? ഒരു IX മോഡലിലേക്ക് ആക്കാം. അതായത് സിസ്റ്റമാറ്റിക് കോഡിലേക്ക് ആക്കാം. അതായത് ഏത് കോഡും ഈസ് ഇക്വലന്റ് ടു എ സിസ്റ്റമാറ്റിക് കോഡ് ആയിരിക്കും എപ്പോഴും. ഓക്കെ. അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് കോഡ് നമ്മ ഒരു ഇക്വാലന്റ് കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, ലെങ്ത്തിന് ഒരു ചേഞ്ചും ഇല്ല. അതുപോലെ പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല, ഡയമെൻഷൻ ഒരു ചേഞ്ച് വരില്ല. കാരണം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യണ പോലെയാണ്. ഒരു മെട്രിക്സ് ചെയ്ത് അതിന്റെ കോളംസ് ഇന്റർചേഞ്ച് ചെയ്താലും അതിന്റെ റാങ്കിന് ചേഞ്ച് ഒന്നും വരില്ല. കാരണം കോളർ റാങ്ക് റോ റാങ്ക് ഈക്വലാണ്. അത് ലീനിയർ നിങ്ങൾക്ക് അറിയാം. ഡയമെൻഷന് ചേഞ്ച് വരില്ല, ഡിസ്റ്റൻസിന് ചേഞ്ച് വരില്ല, ഡിസ്റ്റൻസിനും ചേഞ്ച് വരില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള വേർഡാണ്. സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള വേർഡിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? കാരണം വെയിറ്റിന് ചേഞ്ച് ഇല്ല, അപ്പൊ സ്മോളസ്റ്റ് വെയിറ്റിന് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റൻസിലും ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾ 53ാമത്തെ പേജിൽ എക്സാമ്പിൾ ഫൈൻഡ് എ ജനറേറ്റർ G dash in standard form for a code equivalent to the code with generator G equal to. എന്താണ് G? എന്താ G equal to 101,010. അടുത്ത് 011,000. അടുത്തത് 11,01,00. അടുത്ത് 101,011. അതാണ് അടുത്ത G തന്നത്. എന്നിട്ട് അവർ എന്താ പറയണത്? ഇതിനോട് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു G കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ RREFലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? തേർഡ് റോയും ഫോർത്ത് റോയും ആഡ് ചെയ്യണല്ലേ ഫസ്റ്റ് റോടൊപ്പം. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നും വേണ്ട. 10,10,10. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതാം, 11,000. അടുത്തത് ആഡ് ചെയ്യാ 0,11,1,10. അടുത്ത ആഡ് ചെയ്യുമ്പോൾ 0,0,0,0,0,1. ഇനി എന്താ ചെയ്യേണ്ടത്? തേർഡ് റോനെ സെക്കൻഡ് റോയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ കിട്ടാൻ പോണ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഇല്ല, 10,10,10,0,1,1,0,0,0,0. അടുത്തത് 0,0,0,1. അതായത് ഇതിപ്പോ ചെയ്തത് തേർഡ് റോ ചേഞ്ചസ് ടു തേർഡ് റോ പ്ലസ് സെക്കൻഡ് റോ ആണ്. 0,0,0,1,1,0. അടുത്തത് അങ്ങനെ തന്നെ എഴുതാം, 0,0,0,0,0,1. അപ്പൊ ഇത് RREFലായില്ലേ? ഓരോ ലീഡിങ് വൺസ് എടുത്തു, അതിന്റെ മുകളിലും താഴേക്കും എന്താണ്? മുകളിൽ താഴെ 0 ആണ്, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിന് നമ്മൾ ഓർഡർ കൊടുക്കണം 1 2 3 4 5 6. 4 5 6. നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ ഇത് ഏത് ഓർഡറിലേക്ക് മാറ്റണം? 1ന് ചേഞ്ച് വേണ്ട, 1 തന്നെ. 2നും ചേഞ്ച് വേണ്ട, അങ്ങനെ തന്നെ. അടുത്ത് തേർഡിന് പകരം ഏത് എഴുതണം? 4th എഴുതണം. അത് കഴിഞ്ഞാലോ 6th എഴുതണം. പിന്നെ ബാക്കി ഇത്രയും വരെ കറക്റ്റ് എഴുതിയാൽ പോരെ. ബാക്കിയെല്ലാം എന്താ? സാധാ ഓർഡർ തന്നെ. ബാക്കി എന്തൊക്കെയുള്ള? 5ഉം 3 അല്ലേ ഉള്ളൂ. അതിന് നമ്മൾ 3 5 ആ ഓർഡറിൽ തന്നെ എഴുതി, 3 5 തന്നെ എഴുതി. അപ്പൊ ഫസ്റ്റ് റോ ഏത് തന്നെ വരും? അപ്പൊ മെട്രിക്സ് ഏതാണ്?
ഫസ്റ്റ് റോ എങ്ങനെ വരും? 1 0 0 0 വരും ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളോ 0 1 0 0 എഴുതും. ഫോർത്തോ 0 0 1 0 എഴുതും. സിക്സ്ത് എന്ന് പറയുന്നത് 0 0 0 1. അത് കഴിഞ്ഞിട്ട് തേർഡ് എഴുതണം 1 1 0 0. അടുത്തത് ഫിഫ്ത്ത് എഴുതണം 1 0 1 0 1 0 1 0. അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള മെട്രിക്സ്. അതായത് ജീനെ നമ്മൾ എന്താക്കി സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ഇപ്പൊ നമുക്ക് ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി ഉണ്ടാവും. ഈ ലാസ്റ്റ് കിട്ടിയാണ് ജി ഡാഷ് എന്ന് പറഞ്ഞ മെട്രിക്സ് വിളിക്കുക. ഈ ജി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി ഡാഷ് ഉണ്ടാവും. ഈ സിയും സി ഡാഷും എന്തായിരിക്കും? ഇക്വാലന്റ് ആയിരിക്കും. അതിന്റെ പെർമ്യൂട്ടേഷൻ എന്താ? 1 2 3 4 5 6നെ എങ്ങനെ മാറ്റി? 1 2 4 6 3 5 ആക്കി മാറ്റി. അത് ജനറേറ്റർ മെട്രിക്സിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്താൻ അത് കോഡിലെ എല്ലാ വേർഡ്സിലും ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഫൈൻഡ് ജനറേറ്റർ മെട്രിക്സ് ജി ഡാഷ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ഫോർ എ കോഡ് സി ഡാഷ് ഇക്വലന്റ് ടു സി വിത്ത് എ ഗിവൺ പാരിറ്റി ചെക്ക് മെട്രിക്സ് എച്ച്. അപ്പൊ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ് തന്നത് എച്ച്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് എന്ന് പറയുന്നത് 1 1 0 1 0 0 0 1 1 0 1 0 0 0 1 അല്ലേ? ഇതാണ് എച്ച് അല്ലേ? അപ്പൊ എച്ച് ശരിക്കും ഏത് ഫോമിലായിരുന്നു വരേണ്ടത്? ഒരു എക്സ് ഐ മോഡലിലായിരുന്നു വരേണ്ടത് അല്ലേ? എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാ വരേണ്ടത്? നമ്മൾ നേരത്തെ എഴുതാറുള്ളത് എക്സ് ഐ മോഡലിലാണ് വരുന്നത് അല്ലേ? എക്സ് ഐ മോഡലിലാണ് വരേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് റോയിലേക്ക് മാറ്റേണ്ടി വരും? ഇത് നമ്മൾ നമ്പർ കൊടുക്കുക 1 2 3 4 5 നമ്പർ കൊടുത്തുന്നിരിക്കുക. അതിന് നമുക്ക് എക്സ് ഐയിലേക്ക് ആക്കണമെങ്കിൽ എന്ത് മാറ്റം വരുത്തണം? അതായത് അടിയിൽ ഐഡന്റിറ്റി ആവണം. അപ്പൊ ആ മോഡലിലേക്ക് ആക്കണമെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണം? 1 കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് നിന്ന് കൊടുക്കാം. ലാസ്റ്റ് എന്താ? 5th കുഴപ്പമില്ല, 4th അതുപോലെ തന്നെ. പക്ഷെ അതിന് മുകളിൽ ഇത് വരണം 2 വരണം അല്ലേ? ബാക്കിയുള്ളതോ? ഇനി ബാക്കി ഏതാ? 3 ആണുള്ളൂ. അപ്പൊ അങ്ങനെ മാറ്റണം. എന്നല്ലേ നമുക്ക് അടിയിൽ ഐഡന്റിറ്റി വരാ. നമുക്കൊന്ന് എഴുതി നോക്കാം. അത് 1 1 0 3 3 എന്ന് പറയുന്നത് 0 1 1. അടുത്തത് 2 2 എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1. കണ്ട അടിയിലൊരു ഐഡന്റിറ്റി കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്ത് വരാ? എച്ച് ഡാഷ്. അത് നമുക്ക് ആവശ്യമുള്ള കോഡിന്റെ നമുക്ക് ഏത് കോഡാക്കേണ്ടത്? സിസ്റ്റമാറ്റിക് കോഡിലേക്കാണ് മാറ്റേണ്ടത്. അത് അതിന്റെ എച്ച് എപ്പോഴും ഏത് മോഡലിലാണ് എടുക്കുക? എക്സ് ഐ. അപ്പൊ എക്സ് ഐയിൽ മോഡലിലേക്ക് ആക്കി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ജി കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് കിടക്കുന്ന ആളിന് എന്ത് വരിക? ജിയുടെ ഏറ്റവും ലാസ്റ്റ്, അതായത് 1 1 0 0 1 1. ഇതാണ് എന്ത് എടുക്കുക? കാരണം ജി ഏത് മോഡലായിരിക്കും? ഐ എക്സ്. ഈ മുകളിൽ കിടക്കുന്ന ഐഡന്റിറ്റിയുടെ മുകളിൽ കിടക്കുന്ന ആളിന് എക്സ് വരിക. പിന്നെ ബാക്കി എന്താ ഇനി ജിക്ക് എഴുതാനുള്ളൂ? ജിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ വരിക? 5 ആണ്. അപ്പൊ ഇതിൽ 2 ആയി ഇനി ഓൾറെഡി. അതായത് ജിയിലെ കോഡിന്റെ ലെങ്ത് എന്താ? ഇവിടെ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. കാരണം എച്ചിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? n-k/n ആയിരിക്കും. അപ്പൊ സോറി n/n-k ആയിരിക്കും. അതുകൊണ്ട് എച്ചിന് എത്ര റോസ് ഉണ്ട് നോക്കുക, അത്രയാണ് അതിന്റെ ലെങ്ത് വരിക. അപ്പോൾ 5ആണ് ലെങ്ത് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, സി പർപ്പിന്റെ ബേസിസ് അല്ലേ ഈ എച്ചിന്റെ കോളംസ്. എച്ചിന്റെ കോളംസിന്റെ ലെങ്ത് എത്രയാ? എച്ചിന്റെ കോളംസ് ആണ് ഒരു വേർഡ് വരേണ്ടത് സി പർപ്പിലെ വേർഡിന്റെ ലെങ്ത്തും സിയിലെ വേർഡിന്റെ ലെങ്ത്തും സെയിം അല്ലേ? അതുകൊണ്ട് 5 ലെങ്ത് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ 3 ലെങ്ത് കഴിഞ്ഞു. ബാക്കി ഇനി എന്താ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. അപ്പൊ എന്താ വരിക? 1 0 0 1. ഇതാണ് എന്ത് വരിക? ജി വരിക. അപ്പൊ ജിയുടെ മോഡൽ എന്തായി? ഒരു ഐ എക്സ് മോഡലില് അതിന് അതായത് എച്ചിന്ന് നമുക്ക് ജി കണ്ടുപിടിക്കാം, ജിന്ന് എച്ചും കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ശരിക്കും
ജി എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാം കണ്ടുപിടിച്ചാണ്. ഏതിനാ എച്ച് ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചാണ്. നമ്മളുള്ള അതാണ് പറഞ്ഞത്. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ നമുക്കൊരു അൽഗോരിതം ഉണ്ട്. പക്ഷെ അതല്ല, നമുക്കിവിടെ എന്തോ പറഞ്ഞത് എച്ച് ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സിസ്റ്റമാറ്റിക് കോഡിനോട് ഇക്വാലന്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ഫോം. ഇനി അടുത്താണ് ഡിസ്റ്റൻസ് ഓഫ് എ ലീനിയർ കോഡ്. നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എ ലീനിയർ കോഡ് പറഞ്ഞാൽ എന്താ? മിനിമം വെയിറ്റ് ഉള്ള കോഡിന്റെ മിനിമം വെയിറ്റ് ഉള്ള കോഡ് വേർഡ്. അതായത് എല്ലാ കോഡ് വേർഡ്സ് എടുക്കാനും മിനിമം വെയിറ്റ്. ആ മിനിമം വെയിറ്റ് ആണ് എന്ത് വരിക? ഡിസ്റ്റൻസ് ഓഫ് എ ലീനിയർ കോഡ് വരിക. പക്ഷെ അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. എച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എച്ച് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ വിചാരിക്കാം, നമുക്ക് തൊട്ട് മുന്നേ എച്ച് തന്നെ എടുക്കാം. വൺ വൺ സീറോ 100 011 010 001. അതുകൊണ്ട് എച്ചിന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ചെക്ക് ചെയ്യാം. അത് എക്സിന്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്ര? മാക്സിമം അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്. അതായത് ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഇപ്പൊ എച്ചിന്റെ ഏത് 3 റോസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുമോ? അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഏത് 3 റോസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുമോ? ആയിരിക്കില്ല. കാരണം ഏത് 3 റോസ് എടുത്താലും ഒരു 3 റോ എടുത്താൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് കിട്ടില്ല. ഏതൊക്കെയാ? ഇപ്പൊ ലാസ്റ്റ് റോയും അതിന്റെ ലാസ്റ്റ് റോയും സെക്കൻഡ് ലാസ്റ്റ് റോയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ തേർഡ് റോ കിട്ടില്ലേ? അതുകൊണ്ട് ഏത് 3 എടുത്താലും അത് എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. ഏത് 2 റോ എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലേ? എച്ചിന്റെ ഏത് 2 റോസ് നിങ്ങൾ എടുത്തോ, ആ 2 റോസ് എന്താ? ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലേ? കാരണം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 0 വരില്ലല്ലോ, സെയിം ആവണ്ടേ. അതുകൊണ്ട് എച്ചിന്റെ ഏത് 2 റോസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതിനർത്ഥം എന്താ? എവരി എന്ന് വേണ്ട, ഈച്ച് 2 റോസ് ഓഫ് എച്ച് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഈക്വൽ ടു ഡിസ്റ്റൻസ് -1 ആയിരിക്കും. അതായത് എച്ച് തന്നിട്ടുണ്ട്, എച്ചിന്റെ ഏത് ഒരു കെ റോസ്, കെ എന്ന് വേണ്ട, ഏത് D-1 റോസും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് നമുക്ക് അതുപോലെ ഒരു നമ്പർ കണ്ടുപിടിച്ചു തന്നിരിക്കുക. അത് ഏത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാരണം നമുക്കൊരു ഏത് 3 റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എച്ച് കണ്ടുപിടിച്ചു. ഏത് 3 റോസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ഒരു 4 റോ എങ്കിലും, അതായത് 4 റോയുടെ ഒരു സെറ്റ് എങ്കിലും ലീനിയർലി ഡിപെൻഡന്റ് ആയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ D-1 എന്ന് പറയുന്നത് ഏതായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഡി എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ D-1 2 ആണ്, അതുകൊണ്ട് ഡി എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? 3 ആണ് വരാം. അതൊരു ക്ലിയർ ആണ്. ഓക്കെ, അതിന്റെ തിയറത്തിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിയറത്തിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്താ? പാരറ്റിക് മെട്രിക്സ്, അതായത് സി പർപ്പിന്റെ ബേസിസ് ആണ് അതിന്റെ കോളംസ് വരാം. അതായത് ഏത് വി ഇൻറ്റു എച്ച് എടുത്താലും എന്ത് വരാം? 0 ആണ് വരാ, അല്ലെ? ഏത് വി ഇൻറ്റു എച്ച് എടുത്താലും എന്ത് വരാ? 0. വി അവിടുത്തെ ആളാ, സിയിലാള്. വി ഇൻറ്റു എച്ച് എടുത്തു കഴിഞ്ഞപ്പോ എന്ത് വരും? 0 വരും. കാരണം സിയിലാളും സി പർപ്പിലാളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണ പോലെയാണ്. അത് എന്ത് വരാ? എപ്പോഴും 0 ആണ് വരാ, അല്ലെ? അതുപോലെ തന്നെ വി ഒരു വേർഡ് ആണെങ്കിൽ വി എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? അത് വി ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് വി റോസിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ വരിക? അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ വിയുടെ വെയിറ്റ് 3 ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ എച്ചിലെ 3 റോസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് ആര് വരിക? ഈ വി എച്ച് എന്ന് പറയുന്ന ആള് വരിക. അപ്പൊ വി സിയിലാണെങ്കിൽ ഒബ്വിയസ്ലി അത് 0. വി അല്ലെങ്കിൽ എന്താ വരിക? വി വെയിറ്റ് ഓഫ് വിയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഏറ്റവും മിനിമം വെയിറ്റ് ഏതാ? ഡി ആണ് വരിക. മൊത്തം ഇതിന്റെ മിനിമം വെയിറ്റ് ഡി ആണ് വരിക. അപ്പൊ ഡിനേക്കാളും വെയിറ്റ് കുറവുള്ള ഒരാളില്ല. വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? വിയുടെ, അതായത് കോഡിലെ സിയിലെ ഒരാളാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും?
ഡിനേക്കാളും വലുതായിരിക്കും. അപ്പൊ നമ്മൾ എന്തെടുക്കുക, മിനിമം വെയിറ്റ് ഉള്ള ഒരാളാണ് വി എന്ന് പറഞ്ഞെടുക്കുക. അപ്പൊ വെയിറ്റ് ഓഫ് വി എന്താ, ഡി ആണ്. ഇനി തൽക്കാലത്തേക്ക് എന്ത് വിചാരിക്കുക, മിനിമം ഡിസ്റ്റൻസ് തരണ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വെയിറ്റ് ഉള്ള ഒരു വേർഡ് ഉണ്ട്, അത് വി ആന്ന് പറഞ്ഞെടുത്തു. ആ വെയിറ്റ് ഓഫ് വി എന്താ, ഡി ആണ് അല്ലെ. അത് സിയിലുള്ള ആളായതിന്റെ എന്താ, വി എച്ച് ഈക്വൽ ടു 0 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെയിറ്റ് ഓഫ് വി ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് എപ്പോഴും ഇത് വരിക, ഈ വി എച്ച് എന്ന് പറഞ്ഞ വരിക. അതായത് ഡി റോസിന്റെ, അതായത് എച്ചിലെ ഡി റോസ്. അപ്പൊ സപ്പോസ് വിചാരിക്കുക R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RD ചെയ്തപ്പോഴാണ് എന്ത് വന്നത്, 0 വന്നതെന്ന് ഇരിക്കാം. അതായത് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സമ്മ്. അപ്പൊ ആദ്യത്തെ വേണ്ട, ഏതോ ഒരു ഡി റോസിന്റെ സമ്മ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്, 0 വന്നത്, വി എച്ച് വന്നത്. അതായത് ആ ഡി റോസ് എന്തായിരിക്കും, ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് ഡി റോസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഡി മൈനസ് 1 റോസോ, അതായത് വേറെ ഏതെങ്കിലും ലീനിയർലി ഡിപ്പെൻഡന്റ് വരുമോ, ഇല്ല. കാരണം ഏറ്റവും മിനിമം വെയിറ്റ് ആണ് ഏത്, ഡി. ഡിനേക്കാളും ചെറിയൊരു വെയിറ്റ് വരില്ല. അതായത് ഡി റോസ് അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഡി റോസ് എങ്കിലും ലീനിയർലി ഡിപ്പെൻഡന്റ് വരും. അതിന് താഴത്തോട്ടൊന്നും ലീനിയർലി ഡിപ്പെൻഡന്റ് വരില്ല. അതായത് ഡി മൈനസ് 1 റോസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെയാണ് ആ തിയറത്തിന്റെ പ്രൂഫ് വരുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഒരു എച്ച് വന്നിട്ട്, ഇത് നമ്മൾ നേരത്തെ എച്ച് അല്ല, 0 1 1, അതെ നേരത്തെ എച്ച് തന്നെയാണ് ചോദിച്ചത്. അതില് നമുക്ക് നമ്മൾ ചെയ്തത് എന്താണ്, അതിൽ ജസ്റ്റ് ഒരു റോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലീനിയർ കോഡ് വിത്ത് ഈച്ച്. അടുത്ത അങ്ങനെ തന്നെ എത്ര എണ്ണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യുക, ഡി മൈനസ് ഉണ്ടാവും. ഇനി അടുത്തൊരു ഭാഗമാണ്, പുതിയൊരു ടോപ്പിക്കാണ് പറയുന്നത്, കോസെറ്റ് എന്താന്ന്. ഞാൻ പറഞ്ഞു സി എന്ന് പറയുന്നത് ലീനിയർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് സ്പേസ് ആണെന്ന് പറഞ്ഞു. സാധാരണ ലീനിയറിൽ പറയണ ഒരു സബ് സ്പേസ് ആണ്. അപ്പൊ ഈ സി എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആണ്. ഈ കെയറൈസ്റ്റനിന്റെ നമുക്ക് എപ്പോഴും സബ് സ്പേസ് തന്നു കഴിഞ്ഞാൽ, അത് സാധാരണ ലീനിയർ ഓൾജിബ്രയിൽ സബ് സ്പേസ് എന്ന് നമുക്ക് എന്ത് പറയാം, കോസെറ്റിനെ കുറിച്ച് പറയാം. കോസെറ്റ് അല്ലെങ്കിൽ കോഷ്യൻ സ്പേസ് അങ്ങനെ ആയിരിക്കും പറയാം. ഓൾജിബ്രയിലാണെങ്കിൽ കോസെറ്റ് എന്ന് പറയും. ഒരു സബ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കോസെറ്റ് എന്ന് പറയും. ജസ്റ്റ് ഒന്നുമില്ല, ഫസ്റ്റത്തെ കോസെറ്റ് ഏതാ, അത് സി നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ കോസെറ്റ് ഏത് തന്നെയാ, 0 പ്ലസ് സി. അടുത്ത കോസെറ്റോ, നമ്മ കെയറൈസ്റ്റനിലെ ഓരോ വേർഡ്സ് എടുക്കുക, V1 V2 എക്സെട്ര V2 റൈസ് ടു n വേർഡ്സ് ഉണ്ടാവും. അതിൽ ഓരോ വേർഡ്സ് പ്ലസ് സി. അപ്പൊ കോസെറ്റിന്റെ ഫോം എങ്ങനെയാ, വി പ്ലസ് സി വേർ വി ബിലോങ്സ് ടു കെയറൈസ്റ്റൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കെയറൈസ്റ്റനിൽ മൊത്തം 2n വേർഡ്സ് ഉണ്ട്. അപ്പൊ ഈ 2n വേർഡ്സിനും ഓരോ കോസെറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കില്ലെന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും കിട്ടില്ല. എപ്പോഴും എത്ര കോസെറ്റുകൾ വരും എന്നറിയോ, അതായത് സി 0 പ്ലസ് സി എന്താ, സി തന്നെ വരും. ഫസ്റ്റത്തെ കോസെറ്റ് സി തന്നെ. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാല്, ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സാമ്പിൾ ചെയ്യാം. കോസെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾ, സി ഈക്വൽ ടു 0 0 0 1 1 1. ഇതിന്റെ കോസെറ്റുകൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കോസെറ്റ് ഞാൻ പറഞ്ഞ ഏത് തന്നെ വരും, സി ആണ് ആദ്യത്തെ കോസെറ്റ്. ഇതാണ് ഫസ്റ്റത്തെ കോസെറ്റ്, സി തന്നെ. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം, ഈ സിയിലെ ആൾക്കാർ മൊത്തം സി വെച്ച്, ഇനി അടുത്ത എന്താ, ഓരോ എലമെന്റ്സ് 2 ക്യൂബ് എലമെന്റ്സ് ഉണ്ട് KRSU3 ആ എലമെന്റ്സ് വെച്ച് മൊത്തം ഈ സിയിലെ ആൾക്കാരെ ആഡ് ചെയ്യണം. അത് നമുക്ക് ആദ്യം 0 0 0 വെച്ച് ആഡ് ചെയ്തേ വരുള്ളൂ, സി തന്നെ വരുള്ളൂ. 0 0 0 പ്ലസ് 1 1 1. അത് സിയിലെ എലമെന്റ്സ്. പിന്നെ അടുത്ത എന്താ 1 1 1 പ്ലസ് ഈ സിയിലെ എലമെന്റ്സ് വെച്ച് ആഡ് ചെയ്ത് സിയിലെ എലമെന്റ്സിനല്ലേ വരുള്ളൂ.
അതായത് 111 പ്ലസ് 000യും 111 പ്ലസ് 111ഉം. അത് ഈ എലമെന്റ്സ് തന്നെയല്ലേ വരുന്നുള്ളൂ. അത് സിയിലെ എലമെന്റ്സ് മൊത്തം വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സി തന്നെ വരുള്ളൂ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിലെ എലമെന്റ്സിന്റെ എല്ലാം ഈ എലമെന്റ്സ് അല്ലാത്ത ആൾക്കാർ എടുക്കുക. 101 എടുക്കുക. ഇനി എന്താ വരുള്ളൂ? ആദ്യത്തെ എലമെന്റ് 101. 101 എങ്ങനെയാന്ന്? സിയിലെ ആദ്യത്തെ എലമെന്റ് 000 പ്ലസ് 101 101 വന്നു. ഇനി അടുത്തത് 111 പ്ലസ് 101 അതെന്താ വരാ? 010. ഇനി അടുത്തത് ഈ കോസെറ്റുകളിൽ ഒന്നും ഇല്ലാത്ത അടുത്ത ആൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് തന്നെ വന്നിട്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 101 ആഡ് ചെയ്തപ്പോ ഒരു ഈ ആള് വന്നില്ലേ, 010 വന്നില്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഇനി സി പ്ലസ് 010 ചെയ്ത് നോക്കിക്കോ, ഈ മോഡി കിടക്കുന്ന സെറ്റ് തന്നെ വരുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഈ ഇതിലൊന്നും പെടാത്ത ഒരാൾ എടുക്കുക. ഏതാ? സോറി ഓൾറെഡി വന്ന എന്താ സി പ്ലസ് 001 എടുക്കുക. ഇത് ഈ എക്സാമ്പിൾ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്, എക്സാമ്പിൾ ഫുൾ ചെയ്തിട്ടില്ല. 001 എന്താ വരാ? 001 110. അടുത്തത് സി പ്ലസ് ഇതിലൊന്നും പെടാത്ത ഒരാള് 100. എന്താ വരാ? 100 011. ഇപ്പൊ മൊത്തം എത്ര ആൾക്കാരായി? 1 2 3 4 കോസറ്റായി. ഈ 4 കോസറ്റിലും ഓരോന്നിലും എത്ര ആൾക്കാർ വെച്ചിട്ടുണ്ട്? 2 എണ്ണം. അതായത് സിയിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർ തന്നെ ആയിരിക്കും അതിലെ ഓരോ കോസറ്റിലും കിട്ടാൻ പോകുന്നത്. അതായത് കാർഡിനാലിറ്റി ഓഫ് എവരി കോസറ്റ് ആർ സെയിം. അതായത് ഓരോ കോസറ്റിന്റെയും കാർഡിനാലിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിയുടെ കാർഡിനാലിറ്റി 2ആണ്, എല്ലാ കോസറ്റിന്റെയും കാർഡിനാലിറ്റി 2 അല്ലേ? അപ്പൊ മൊത്തം എത്ര കോസറ്റുകൾ ഉണ്ടാവും എന്ന് പറയാനായിട്ട് ഈ മൊത്തം കോസറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2�3 എലമെന്റ്സ് കിട്ടണം. അത് കെ ക്യൂബ് മൊത്തം കിട്ടണം. നോക്കിയേ, കെ ക്യൂബിലെ മൊത്തം എലമെന്റ്സ് ആയില്ലേ? 8 എണ്ണം ആയില്ലേ? അതുപോലെ തന്നെ ഒരു കോസറ്റ് പോലും അങ്ങോട്ട് ഒരു കോസറ്റ് പോലും സെയിം എലമെന്റ്സ് ഉണ്ടാവില്ല. അതായത് രണ്ടുപേരും ഒരു കോസറ്റ് ഇന്റർസെക്ഷൻ വേറൊരു കോസറ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എംറ്റി വരാം. അതുപോലെ എല്ലാ കോസറ്റുകളും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് 2 കെ ക്യൂബും വരും. ആണ് ഈ കോസറ്റുകളുടെ പ്രത്യേകത. ഐദർ ദേ ആർ ഡിസ്ജോയിന്റ് ഓർ ഐഡന്റിക്കൽ. അതായത് രണ്ട് കോസറ്റുകളിൽ സെയിം എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് കോസറ്റുകളും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, കോസറ്റുകളുടെ പ്രത്യേകതയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടി ലീനിയർ ഓൾജിബ്രയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ ഓൾജിബ്ര നോക്കിയാലും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു സി തന്നിട്ടുണ്ട്. സിയുടെ ഞാൻ ഇപ്പൊ സി എന്ന് പറയുന്നത് 5 ലെങ്ത് ഉള്ള വേർഡ്സ് ആണ്. n ഈക്വൽ ടു 5 ആണ്. സിയുടെ കാർഡിനാലിറ്റി 8 ആണെന്ന് വരിക. സിയുടെ കാർഡിനാലിറ്റി എപ്പോഴും 2 ഒരു നമ്പർ ആയിരിക്കണം. അപ്പൊ ഞാൻ 2 ക്യൂബ് ആയിട്ട് എടുത്തു, 8 ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കോസറ്റുകൾ ഉണ്ടാവും എങ്ങനെ കണ്ടുപിടിക്കുക? ഇനി എത്ര കോസറ്റുകൾ ഉണ്ടാവും? എല്ലാ കോസറ്റുകളുടെ എണ്ണം എത്രയാ? 8 8 8 8 അങ്ങനെയാണ് പോവുക. അങ്ങനെ ഈ മൊത്തം 8കൾ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണം? 2�5 വരണം. കാരണം k�5 മൊത്തം കിട്ടണം. അപ്പൊ 8 പ്ലസ് 8 പ്ലസ് എക്സെട്ര പ്ലസ് 8 ചെയ്തപ്പോ എന്ത് വന്നു? 2�5 വന്നു. അപ്പൊ ഇത് എത്ര 8കൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ആണ്. അപ്പൊ സപ്പോസ് വിചാരിക്കുക ഈ കോസറ്റുകളുടെ എണ്ണം ഒരു എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര പ്രാവശ്യം നമ്മൾ 8 ആഡ് ചെയ്തു? എക്സ് ടൈംസ് 8 ആഡ് ചെയ്തപ്പോ എന്ത് വന്നു? 2�5 വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ? 2⁵8 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കോസെറ്റ് ഒരു സി തന്നു, അതിൽ എത്ര കോസെറ്റുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? n എത്രയാണെന്ന് നമുക്ക് തരണം. 2n ഡിവൈഡഡ് ബൈ കാർഡിനാലിറ്റി ഓഫ് സി ചെയ്താൽ മതി. 2n ഡിവൈഡഡ് ബൈ കാർഡിനാലിറ്റി ഓഫ് സി ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോസെറ്റുകൾ കിട്ടും. ഓക്കെ, ഇനി അടുത്ത തിയറം അവർ പറയുന്നതൊന്ന് നോക്കിക്കോ. യു ബിലോങ്സ് ടു സി പ്ലസ് വി, ദെൻ സി പ്ലസ് യു ബിലോങ്സ് ടു സി പ്ലസ് വി. യു ബിലോങ്സ് ടു സി പ്ലസ് വി ആണ്. അങ്ങനെയാണെങ്കിൽ സി പ്ലസ് യു ബിലോങ്സ് ടു സി പ്ലസ് വി ആയിരിക്കുന്നു. എന്താ പറയുന്നത്? യു ബിലോങ്സ് ടു സി പ്ലസ് വി. അതായത് യു ഏത് മോഡലായിരിക്കും? ഒരു ഡബ്ല്യു പ്ലസ് വി മോഡലായിരിക്കും. ഡബ്ല്യു അവിടുത്തെ സിയിലാള്. ഇതല്ലേ യു ബിലോങ്സ് ടു സി പ്ലസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താ പറയണത്? സി പ്ലസ് യു ഈക്വൽ ടു സി പ്ലസ് വി ആന്ന് കാണിക്കണം അല്ലേ? രണ്ട് കോസറ്റുകൾ ഈക്വൽ ആന്ന് കാണിക്കണം. ഇങ്ങനെ രണ്ട് കോസറ്റുകൾ ഈക്വൽ ആന്ന് കാണിക്കാനായിട്ട്
നമുക്കൊരു കാര്യം കാണിച്ചാൽ മതി. യു പ്ലസ് വി ബിലോങ്സ് ടു സി എന്ന് കാണിച്ചാൽ മതി. അത് യു പ്ലസ് വി ബിലോങ്സ് ടു സി എന്ന് കാണിച്ചാൽ മതി അല്ലെ. അത് നിങ്ങൾ ഓൾജിബ്രയിലേക്കും പഠിക്കുന്ന റിസൾട്ട് എ എച്ച് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി പ്ലസ് യു ഈക്വൽ ടു സി പ്ലസ് വി എന്ന് കാണിക്കണമെങ്കിൽ സി മൈനസ് വി ബിലോങ്സ് ടു സി എന്ന് കാണിക്കണം. പക്ഷെ ഇവിടെ മൈനസ് പ്ലസ് സി വേണ്ടി യു പ്ലസ് വി ബിലോങ്സ് ടു സി എന്ന് കാണിച്ചാൽ മതി. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു അല്ലേ. രണ്ട് സൈഡിലും വി വെച്ച് ഈ വരച്ച ഭാഗത്ത് രണ്ട് സൈഡിലും വി വെച്ച് ആഡ് ചെയ്താൽ യു പ്ലസ് വി ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു സിയിലുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? യു പ്ലസ് വി ബിലോങ്സ് ടു സി ആണ്. അതുകൊണ്ട് സി പ്ലസ് യു ഈക്വൽ ടു സി പ്ലസ് യു ആണ്. ഇതിലെല്ലാ റിസൾട്ടും ഡയറക്റ്റ് നോക്കി വെച്ചാൽ മതി. കാരണം ഓൾജിബ്രയുടെ ഡയറക്റ്റ് റിസൾട്ടുകളാണ് മൊത്തം. അതിന്റെ പ്രൂഫ് ഇതിലില്ല. ഓൾറെഡി ഈ പ്രൂഫ് ഇതിലില്ല. പ്രൂഫ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞാൽ കുറെ ലെങ്ത് ആവും. ഇനി അവരുടെ അടുത്ത് ലിസ്റ്റ് ഓൾ കോസെറ്റ്സ് ഓഫ് സി ഈക്വൽ ടു അതവർ പറഞ്ഞിട്ടുണ്ട്. കോസെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൊത്തം എത്ര കോസെറ്റുകൾ ഉണ്ടാവും? ഇവിടെ 4 വേർഡ്സ് ആണ് സിയിലുള്ളത്. അപ്പൊ 2⁴ ഡിവൈഡഡ് ബൈ 4. 2n ഡിവൈഡഡ് ബൈ കാർഡിനാലിറ്റി ഓഫ് സി എന്നല്ലേ പറഞ്ഞത്. ഇനി കാർഡിനാലിറ്റി ഓഫ് സീനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2k അല്ലേ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് 2n - k എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം ഇതിനെ. യെസ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കോസെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനിരിക്കാൻ പറ്റും. അപ്പൊ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എത്ര കോസെറ്റുകൾ നമുക്ക് കിട്ടിയെന്ന് നോക്കുക. എന്നിട്ട് ഉത്തരം നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കുക. കോസെറ്റുകളാണ് ശരിയല്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ്. ആ കോസെറ്റുകൾ മൊത്തം കുറെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത MLD ഫോർ ലീനിയർ കോഡ്. MLD ഫോർ ലീനിയർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീനിയർ കോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഒന്നും വെച്ചിട്ട് എന്ത് പറയണ്ട, യു കണ്ടുപിടിക്കണ്ട. നമ്മൾ സാധാ ഒരു ഇതായിരുന്നെങ്കിൽ യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അത് എറർ കറക്ഷൻ ചെയ്യണത് എങ്ങനെയായിരുന്നു? MLD ടേബിൾ വെച്ചിട്ടൊക്കെ ആയിരുന്നു അല്ലെ. MLD ടേബിൾ വെച്ചിട്ട് ആ യു എവിടെയാണോ പറഞ്ഞത് ആ വി നമ്മൾ എടുക്കുകയാണ് ചെയ്യാറ്. അതായത് ആ സ്റ്റാർ വന്നത് ഏത്, ഇപ്പൊ ഒരു യു തന്നിട്ടുണ്ട്, സോറി ഒരു ഡബ്ല്യു തന്നിട്ടുണ്ട്. ആ ഡബ്ല്യു വരുന്നത് എപ്പോഴാണ്? അത് ഡി കോഡ് നമ്മൾ നോക്കുക. ഡി കോഡിൽ എപ്പോഴൊക്കെയാണ് ഡബ്ല്യു വരുന്നത്, അത് ഏത് യു എടുക്കുമ്പോഴാണ് ആ യു ആയിട്ടാണ് എറർ കോഡ് ചൂസ് ചെയ്യുക അല്ലെ. എന്നിട്ട് യു പ്ലസ് ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയും കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ലെന്നല്ല ചെയ്യുക. ഇവിടെ എപ്പോഴും ചെയ്യാൻ പോണത് വേറൊരു മെത്തേഡ് വഴിയായിരിക്കും എപ്പോഴും. അതായത് ഇപ്പൊ നമുക്കൊരു ഡബ്ല്യു റിസീവ് ചെയ്തു എന്നിരിക്കുക. ഇത് ഒന്ന് ശ്രദ്ധിക്കണം ഈ ഭാഗം. കാരണം ഇതാണ് നമുക്ക് മെയിൻ, ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ്ങിന്റെ. നമുക്കൊരു ഡബ്ല്യു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യുവിന് എപ്പോഴും മിനിമം വെയിറ്റ് ആയിട്ടാണല്ലോ പറയാ. യുവിന് എപ്പോഴും മിനിമം വെയിറ്റ് ആണ് പറയാം. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഇത് സി അല്ലേ, ഇതിൽ ഓരോ കോസെറ്റ് എടുക്കുക. ഫസ്റ്റത്തെ കോസെറ്റ് എടുക്കുക, അതിൽ മിനിമം വെയിറ്റ് ഏതാ? 000. അതിനെ നമ്മൾ ഫസ്റ്റത്തെ കോസെറ്റിലെ ലീഡർ എന്ന് പറയും. മിനിമം വെയിറ്റ് വരാൻ കോസെറ്റ് ലീഡർ എന്ന് പറയും. ഇനി അടുത്തതോ രണ്ടാമത്തെ 010, അതാണ് അതിന്റെ കോസെറ്റ് ലീഡർ. മൂന്നാമത്തെയോ 001, അതാണ് അതിന്റെ കോസെറ്റ് ലീഡർ. അടുത്തതോ 100, അതാണ് അതിന്റെ കോസെറ്റ് ലീഡർ. അങ്ങനെ ഓരോ കോസെറ്റിനും ഓരോ കോസെറ്റ് ലീഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഡബ്ല്യു എന്താ? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു 2n ലെങ്ത് ഉള്ള വേർഡാണ്. അപ്പൊ ഏതോ ഒരു, അപ്പൊ സി തന്നിട്ടുണ്ട് നമുക്ക്. സിയുടെ ഏതോ ഒരു കോസെറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു സി പ്ലസ് സം യുവിലായിരിക്കും എടുക്കുക. സി പ്ലസ് സം യു എന്ന് കൊടുക്കണ്ട, ഇനിയിപ്പോ കൺഫ്യൂഷൻ ആവണ്ട. സി പ്ലസ് സം എലമെന്റ് നമുക്ക് ഡാഷ് എന്ന് ഇട്ട് വിളിക്കാം. സി പ്ലസ് സം എലമെന്റിന്റെ ഒരു കോസെറ്റിലായിരിക്കും ഡബ്ല്യു എപ്പോഴും എടുക്കുക. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡബ്ല്യു കിടക്കണ കോസെറ്റ്, ഡബ്ല്യു ഒരു കോസെറ്റിലായിരിക്കും എടുക്കാലോ. ആ കോസെറ്റിന്റെ കോസെറ്റ് ലീഡർ ആയിരിക്കും ഏത്? നമ്മുടെ എറർ പാറ്റേൺ. അതായത് ഈ ഡബ്ല്യു കിടക്കുന്ന കോസെറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ കോസെറ്റ് ലീഡർ എടുക്കുക. കോസെറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ ആ കോസെറ്റിലെ ഏറ്റവും മിനിമം ലെങ്ത് ഉള്ള, മിനിമം വെയിറ്റ് ഉള്ള വേർഡ്. ആ വേർഡ് ആയിരിക്കും ഏത് വരിക? നമ്മുടെ യു എന്ന് പറഞ്ഞ എറർ പാറ്റേൺ ആയിട്ട് വരിക. ഓക്കെ, യു എന്ന് പറയുന്ന എറർ പാറ്റേൺ ആയിട്ട് വരിക. അതാണ് നമ്മുടെ ആ ഒരു എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തിന്റെ. അപ്പൊ നമുക്ക് യു കിട്ടിക്കഴിഞ്ഞാൽ വി കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? ഡബ്ല്യു പ്ലസ് യു ചെയ്യുക, വി കിട്ടും. അങ്ങനെയാണ് ഇവിടെ എന്ത് വരാ? ഡീകോഡിങ് വരാ. അപ്പൊ IMLD ടേബിൾ ഒന്നും നമ്മളിവിടെ ചെയ്യില്ല. അതിൽ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡബ്ല്യുവും യുവും, അതായത് ഡബ്ല്യു നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറഞ്ഞാണ്
റിസീവ്ഡ് വേർഡും എറർ പാറ്റേണും സെയിം കോസെറ്റിലാണ് കിടക്കുക. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. സെയിം കോസെറ്റിൽ വേണം കിടക്കാൻ, വേണമല്ല സെയിം കോസെറ്റിലാണ് കിടക്കുക. അതുകൊണ്ട് നമ്മൾ യു എപ്പോഴും മിനിമം വെയിറ്റ് ഉള്ള ആളായിട്ടല്ലേ ചൂസ് ചെയ്യുക. അതുകൊണ്ട് ആ കോസെറ്റിൽ ഏറ്റവും മിനിമം വെയിറ്റ്, അതായത് കോസെറ്റ് ലീഡർ ആയിട്ടാണ് യുവിനെ ചൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതില് അതായത് വി എന്താ ഡബ്ല്യു പ്ലസ് യു ആണ് അല്ലെ. വി ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് യു ആണ്. വി ബിലോങ്സ് ടു സി അല്ലേ. നമ്മൾ നേരത്തെ ആ ഒരു തിയറം പറഞ്ഞില്ലേ, ആ പ്രൂഫ് ഇല്ലാത്തൊരു തിയറം. ആ പ്രൂഫ് ഇല്ലാത്തൊരു തിയറം പറഞ്ഞിട്ടുണ്ട്. അതില് ആ തിയറത്തിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഡബ്ല്യു പ്ലസ് യു എവിടെയുണ്ട്? സിയിലുണ്ട്. ഡബ്ല്യു പ്ലസ് യു സിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് സി ഈക്വൽ ടു യു പ്ലസ് സി ആയിരിക്കും എന്നാണ് അവർ പറയണത്. ആ തിയറത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്താൽ മതി. അവിടെ വി ആണ്, ആ വിക്ക് വരെ നമ്മൾ ഡബ്ല്യു യൂസ് ചെയ്തു. അപ്പോൾ ഡബ്ല്യു പ്ലസ് യു സിയിലുണ്ടെങ്കിൽ ഡബ്ല്യു പ്ലസ് സിയും യു പ്ലസ് സിയും സെയിം ആയിരിക്കും. അത് നമുക്ക് ഒരു ഈസി പ്രൂഫാണ് അതിന്റെ. ഇതിനും എച്ച് ഈക്വൽ ടു, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ഇത് പറയാം, ഓൾജിബ്രയിലുള്ള റിസൾട്ടാ. എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എച്ച് ഈക്വൽ ടു എച്ച് ആയിരിക്കും. എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എച്ച് ഈക്വൽ ടു എച്ച് ആയിരിക്കും. അതായത് ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് യു ബിലോങ്സ് ടു സി ആണെങ്കിൽ ഡബ്ല്യു പ്ലസ് സി ഡബ്ല്യു പ്ലസ് യു പ്ലസ് സി എന്തായിരിക്കും? സി തന്നെയായിരിക്കും. മറ്റേ ഓൾജിബ്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ആണ് അവിടുത്തെ ഐഡന്റിറ്റി. 0 പ്ലസ് സി അതാണ് അവിടുത്തെ ഐഡന്റിറ്റി വരിക. അത് ഡബ്ല്യു പ്ലസ് സി പ്ലസ് യു പ്ലസ് സി ഈക്വൽ ടു സി. അതായത് ഡബ്ല്യു പ്ലസ് സി ഈക്വൽ ടു യു പ്ലസ് സി ആയിരിക്കും. കാരണം ഇത് ഒരു എലമെന്റ് പ്ലസ് വേറൊരു എലമെന്റ് ഈക്വൽ ടു 0 എന്ന് എഴുതിയണ പോലെയാണ്. ഈക്വൽ ടു സി എന്ന് പറയുന്നത് ശരിക്കും അത് ഐഡന്റിറ്റി ആണ്. അത് ഓൾജിബ്രയാണ്, മൊത്തത്തിലെ ഓൾജിബ്രയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിക്ക് പറയാം. എച്ച് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. അതായത് ഇവിടെ ഡബ്ല്യു മൈനസ് യു റിസൾട്ട് ഉണ്ട്. എച്ച് ഈക്വൽ ടു ബി എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുന്നിരിക്കാം. അപ്പൊ നമുക്ക് തിരിച്ചുള്ള എടുക്കാം. എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച്. ഇവിടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് സെയിം ആണല്ലോ. അപ്പൊ ഡബ്ല്യു പ്ലസ് യു ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എച്ച് ഈക്വൽ ടു ബി എച്ച്. അതായത് ഡബ്ല്യു പ്ലസ് സി ഈക്വൽ ടു യു പ്ലസ് സി. ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഓക്കെ, അതിനകത്ത് തിയറം യൂസ് ചെയ്തതാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ആ മെയിൻ ഭാഗത്തേക്ക് തന്നെ വരാം. അതായത് വി ഈക്വൽ ടു എന്താ ഡബ്ല്യു പ്ലസ് യു ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡബ്ല്യു പ്ലസ് യു ബിലോങ്സ് ടു സി ആണ്. അതായത് ഡബ്ല്യു പ്ലസ് സിയും ഈക്വൽ ടു എന്താ യു പ്ലസ് സി ആണ്. അതായത് ഡബ്ല്യുവിന്റെ കോസറ്റും യുവിന്റെ കോസറ്റും സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഡബ്ല്യു നമുക്ക് തന്നിരിക്കുക. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡബ്ല്യുവിനെ കണ്ടെയ്ൻ ചെയ്യണ കോസറ്റ്, അതായത് എന്താ ഡബ്ല്യു പ്ലസ് സി. സി ചെയ്യുക, സി നമുക്ക് തന്നിട്ടുണ്ടാവല്ലോ. അപ്പൊ സി പ്ലസ് സിയിലെ എലമെന്റ്സിനും ഡബ്ല്യു വെച്ച് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഒരു കോസറ്റ് വരും. ആ കോസറ്റിന്റെ കോസറ്റ് ലീഡർ കണ്ടുപിടിക്കുക. അതായിരിക്കും എന്ത് വരിക? യു വരിക. ആ യുവിനെ നമ്മൾ എന്ത് ചെയ്യുക? യു പ്ലസ് ഡബ്ല്യു ചെയ്യുക. അതായിരിക്കും എന്ത് വരിക? വി വരിക. ഇത്ര ഉള്ളൂ നമ്മുടെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഡയറക്റ്റ് ഒരു കോഡ് തരില്ല, അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് എന്ത് വരിക? ചിലപ്പോൾ ജനറേറ്റർ മെട്രിക്സ് ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്തി ആയിട്ട് ജനറേറ്റർ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഈ കോഡ് എഴുതി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നല്ല, നമുക്ക് വേറെ കുറച്ചും കൂടി ഫാസ്റ്റർ മെത്തേഡ്സ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഇനി അടുത്ത് കുറച്ച് ലിസ്റ്റ് ഓഫ് കോസറ്റ്സ്. ഇനി അടുത്താണ് സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അടുത്തത്.
സി എന്ന് പറയുന്നത് നമുക്ക് ലീനിയർ കോഡ് തന്നെ, എന്തായാലും ലീനിയർ കോഡാണ്. അതിന്റെ ലെങ്ത് n, ഡയമെൻഷൻ k ആണ്. അതിന്റെ പാരറ്റിക് മെട്രിക്സ് ആണ് എച്ച്. എച്ച് എന്ന് പറയുന്നത് സിയുടെ പാരറ്റിക് മെട്രിക്സാ. പാരറ്റിക് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? n/n-k. ഇതാണ് പാരറ്റിക് മെട്രിക്സിന്റെ ഓർഡർ, n/n-k. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു w ബിലോങ്സ് ടു k⁻n എടുത്തു. അതിന്റെ സിൻഡ്രോം എന്ന് പറയുന്നത് w h ആയിരിക്കും. അത് സിൻഡ്രോം ഓഫ് എ വേർഡ് ഇൻ k⁻n എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡ് ഇൻറ്റു h ചെയ്യണം. അതായത് നമുക്ക് പാരറ്റിക് മെട്രിക്സിന്റെ യൂസ് ആണ് അത്. പാരറ്റിക് മെട്രിക്സ് h ഉണ്ട്, നമുക്കൊരു വേർഡ് w വന്നു, അതിന്റെ സിൻഡ്രോം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? w h ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിൻഡ്രോം കിട്ടും. ഈ സിൻഡ്രോം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? w h ചെയ്യുമ്പോൾ ഒരു ഇതൊരു 1/n, ഇത് n/n-k. അപ്പൊ കിട്ടാൻ പോണ വേർഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n-k ആണ് ലെങ്ത് വരിക. അത് നിങ്ങൾ ഓർക്കണം, n-k ആണ് ലെങ്ത് വരിക. ഓക്കെ, അതായത് എച്ചിന്റെ ഒരു നമുക്ക് പറയാം ലെങ്ത് w h സിൻഡ്രോത്തിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? n-k ആയിരിക്കും. WH is in k(n-k) ആണ് കേട്ടോ. സിൻഡ്രോത്തിന്റെ ഡെഫിനിഷനിൽ k(n+k) അല്ല, n-k വരിക. അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ 58th പേജ്. അതില് c = 0,0,0,0 സോറി 0,0,0,0 101101011110 ഫൈൻഡ് ദ സിൻഡ്രോം ഓഫ് w1101 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ജനറേറ്റർ മെട്രിക്സ് എഴുതുക. ജനറേറ്റർ മെട്രിക്സ് ഇങ്ങനെ എഴുതാന്ന് അറിയാലോ. അതിന്റെ ഒരു ബേസ് കണ്ടുപിടിക്കുക, അത് റോസ് ആയിട്ട് ഒരു ജി എഴുതുക, എന്നിട്ട് അതിന്റെ പാരറ്റിക് മെട്രിക്സ് h കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് h കിട്ടും. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ തന്നെയാണ് w h ചെയ്യുക, അതാണ് അതിന്റെ സിൻഡ്രോം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം പറയാം. ഇനി നമുക്കൊരു w തന്നു എന്ന് ഇരിക്കാം. അതായത് നമുക്കൊരു w തന്നിട്ടുണ്ട്. അതിന് w എന്താ? റിസീവ്ഡ് വേർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് WH കണ്ടുപിടിക്കാലോ. ഈ WH എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കൊരു റിസീവ്ഡ് വേർഡ് തന്നു, അതിന് WH കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത് വരിക? എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ വഴി എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുള്ളൂ. അത് കറക്റ്റ് അങ്ങനെയല്ല, അതായത് യു അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഫസ്റ്റ് ഒരു SDA ടേബിൾ എഴുതണം. കോസറ്റേറ്റർ ഞാൻ പറഞ്ഞു. മറ്റേ നമുക്ക് 59th പേജിലെ എക്സാമ്പിൾ നോക്കാം. 59th പേജിലെ എക്സാമ്പിൾ നോക്കാം. അതിൽ നമ്മൾ മുന്നേ തന്നെയാണ് എക്സാമ്പിൾ തന്നെയല്ലേ. അതിൽ കോസറ്റുകൾ കണ്ടുപിടിക്കണം. ഏതൊക്കെ കോസറ്റുകൾ വരിക? അത് തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നോക്കിയാൽ മതി. സിയും അടുത്ത് C+1000, C+0100, C+0010. തൊട്ട് മുന്നത്തെ എക്സാമ്പിളിലുള്ള കോസറ്റുകൾ മൊത്തം എഴുതുക. നിരത്തി എഴുതണം, എല്ലാം നിരത്തി എഴുതണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസറ്റ് ലീഡറുകളല്ല എഴുതുക, രണ്ട് ടേബിൾ ആക്കുക. ഫസ്റ്റത്തെ കോളത്തിൽ ഏതാ? കോസറ്റ് ലീഡർ. ഈ കോസറ്റ് ലീഡർ അല്ലേ യു ആവാൻ പോണ ആൾക്കാർ, അതാരാണ് കോസറ്റ് ലീഡർ ആദ്യം എഴുതിയത്. അടുത്ത് എന്ത് ചെയ്യുക? സിൻഡ്രോം എഴുതുക. ഇനിയാണ് അവിടെ മെയിൻ ചെയ്യാനുള്ളത്. ആദ്യത്തെ കോസറ്റ് ലീഡർ ഏതാ? 0000. കാരണം എന്താ? സിയിലെ എപ്പോഴും 0000 ഉണ്ടാവും, അതില് മിനിമം വെയിറ്റ് ഉള്ള ആള് കോസറ്റ് ലീഡർ. ഇനി അടുത്തതിലെ കോസറ്റ് ലീഡർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, 1000 ആണ്. അടുത്തതിൽ 0100 ആണ്. അടുത്തതിൽ 0010 ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്. നിങ്ങൾ കോസറ്റുകൾ മൊത്തം എഴുതണം. ആദ്യം സി തന്നിട്ടുണ്ടെങ്കിൽ കോസറ്റുകൾ മൊത്തം എഴുതണം. അത് കഴിഞ്ഞിട്ട് ഓരോ കോസറ്റിന്റെ ലീഡർ എഴുതണം. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് പിടിക്കുക?
സിൻഡ്രോം ഈ കോസറ്റ് ലീഡറിന്റെ സിൻഡ്രോം, അതായത് ഈ കോസറ്റ് ലീഡർ യു ആണെങ്കിൽ അതിനെ യു ഇൻറ്റു എച്ച് ചെയ്ത് കിട്ടണത് ഇവിടെ എഴുതിക്കുക. അവിടെ നമ്മൾ ഡയറക്റ്റ് എഴുതാം 0 0 1 1 0 1 1 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നും വേണ്ടല്ലോ, ഡബ്ല്യു ഒന്നും വേണ്ട, ഡബ്ല്യുവിനെ ഒരു ബന്ധമില്ലല്ലോ കണ്ടുപിടിച്ചാല്. ഇത്രയും നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക. അത് ഡീകോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസറ്റ് ലീഡേഴ്സ് എല്ലാം എഴുതാം, ആ കോസറ്റ് ലീഡറുകളുടെ എല്ലാം സിൻഡ്രോം എഴുതാം. ഈ ടേബിളിനാണ് SDA ടേബിൾ എന്നൊക്കെ പറയാം, സ്റ്റാൻഡേർഡ് ഡീകോഡിംഗ് അറേ എന്ന് പറയാം. ഇനി ഡബ്ല്യു നമുക്ക് തന്നു. ഇനി എന്താ കണ്ടുപിടിക്കുക? WH കണ്ടുപിടിക്കുക. ഈ WH എന്തും UH എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഡബ്ല്യുവിന്റെ സിൻഡ്രോമും എററിന്റെ സിൻഡ്രോമും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായിരിക്കും ആ തിയറത്തിൽ നേരത്തെ പറഞ്ഞത്. ഡബ്ല്യുവിന്റെ സിൻഡ്രോമും യുവിന്റെ എററിന്റെ സിൻഡ്രോമും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ WH കണ്ടുപിടിച്ചല്ലോ, അത് ഏതെങ്കിലും ഈ രണ്ടാമത്തെ കോളത്തിൽ കിടക്കണ ഏതെങ്കിലും ഒന്നായിരിക്കും. ചിലപ്പോൾ ഇതാവാം, ചിലപ്പോൾ ഇതാവാം, ചിലപ്പോൾ ഇതാവാം, ചിലപ്പോൾ ഇതാവാം. ഫോർ എക്സാമ്പിൾ വിചാരിക്കുക നമുക്ക് വന്നേണത് 1 0 ആണെന്ന് ഇരിക്കുക. അത് WH ചെയ്തപ്പോൾ 1 0 വന്നു, അത് തന്നെയല്ലേ UH വരിക. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ഏതാ? ഈ കോസറ്റ് ലീഡർ 0 0 1 0. അപ്പൊ അവിടുത്തെ യു ഏതായിട്ട് നമ്മൾ എടുക്കണം? യു ഈക്വൽ ടു 0 0 1 0 ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മൾ W പ്ലസ് യു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി കിട്ടും. ഇങ്ങനെയാണ് ആ ടെക്നിക്ക്. അത് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എല്ലാ കോസറ്റ് ലീഡർ കണ്ടുപിടിക്കണം. അത് കോസറ്റുകൾ മൊത്തം കോസറ്റ് ലീഡറുകൾ കണ്ടുപിടിക്കണം. എന്നിട്ട് കോസറ്റ് ലീഡറുകളുടെ സിൻഡ്രോം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് WH ചെയ്യുക. WH ചെയ്യുമ്പോൾ ഡബ്ല്യുവിന്റെ സിൻഡ്രോം കിട്ടും. ഡബ്ല്യുവിന്റെ സിൻഡ്രോം യുവിന്റെ സിൻഡ്രോം എന്താ? സെയിം വരിക. അതായത് ഡബ്ല്യുവിന്റെ സിൻഡ്രോം വരുന്നത് ആ ഏതെങ്കിലും ഒരു സിൻഡ്രോത്തിൽ കിടക്കുന്നുണ്ടാവും. അതായത് നമ്മൾ UH കണ്ടുപിടിച്ച് വെച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണായിരിക്കും WH കിട്ടുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസറ്റ് ലീഡർ ചൂസ് ചെയ്യുക, അതായിരിക്കും യു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ W പ്ലസ് യു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വി കിട്ടും. ഓക്കെ, ഇനി അത് കൺസിഡർ ചെയ്യാനാണ് കേട്ടോ. അതിൽ കുറെ ടേബിൾസ് ഉണ്ട്. ഇത് മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. SDA ടേബിൾ കണ്ടുപിടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും അതിൽ. ഓക്കെ, ഇനി കുറച്ച് പേജസ് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനാണ്. ഇനി അടുത്ത 65th പേജിൽ റിലയബിലിറ്റി ഓഫ് IMLD ലീനിയർ കോഡ്സ്. നമ്മൾ റിലയബിലിറ്റി ഓഫ് കോഡ് എങ്ങനെയാ പറയാ? തീറ്റ പി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? സോറി, തീറ്റ പി ഓഫ് സി വി. തീറ്റ പി ഓഫ് സി വി അതെന്താ? സിഗ്മ യു ബിലോങ്സ് ടു എൽ ഓഫ് വി ബിലോങ് W ബിലോങ്സ് ടു എൽ ഓഫ് വി പി റേസ് ടു N മൈനസ്. അവിടെ നമുക്ക് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ആയിരുന്നു. ലീനിയർ കോഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഡിസ്റ്റൻസിന് പകരം ആ ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ N മൈനസ് വെയിറ്റ് ഓഫ് യു, പി റേസ് N മൈനസ് വെയിറ്റ് ഓഫ് യു, N മൈനസ് ഡി, ഡിക്ക് വരാൻ വെയിറ്റ് ഓഫ് യു ഇൻറ്റു പി റേസ് ടു ഡി, ഡി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് യു. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചത് കേട്ടോ. അത് നമ്മൾ നേരത്തെ ഇക്വേഷൻ തന്നെ അതിൽ എന്തെടുക്കുക? ഡിസ്റ്റൻസിന് വരാൻ വെയിറ്റ് എടുക്കുക. അപ്പൊ ഇവിടെ നമ്മ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മ SDA ടേബിൾ വെച്ചിട്ട് തീറ്റ പി ഓഫ് സി വി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തീറ്റ പി ഓഫ് സി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ പി ഓഫ് സി ഈക്വൽ ടു ആ സിൻഡ്രോം ടേബിൾ, അതായത് SDA ടേബിൾ മൊത്തം കണ്ടുപിടിക്കുക. SDA ടേബിൾ മൊത്തം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കൊരു UHന്റെ ഒരു കോളം കിടക്കില്ലേ? ആ കോളംസിൽ ഓരോ ആൾക്കാർ എടുക്കുക, അതിന്റെ എന്ത് ചെയ്യുക? പി റേസ് ടു N മൈനസ് വെയിറ്റ്, അതിന്റെ വെയിറ്റ്. അതായത് ഫസ്റ്റത്തെ ഈ എക്സാമ്പിളില് 67th പേജിൽ ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. ആ ടേബിളിൽ സിൻഡ്രോംസ് ഏതൊക്കെയാ? സിൻഡ്രോംസ് ഉണ്ട്. അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള കോസറ്റ് ലീഡേഴ്സ് ഏതൊക്കെയാ കിടക്കുന്നത്? ഫസ്റ്റത്തെ 0 0 6 0 6 0 എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് എന്താ? 0 ആണ്. അപ്പൊ എന്താ വരാ? പി റേസ് ടു N മൈനസ്, N എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്, 6 മൈനസ് 0, പിന്നെ പി റേസ് ടു 0. സോറി, പി റേസ് ടു അല്ല, പി റേസ് ടു N മൈനസ് പി റേസ് ടു 0. പി റേസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ആദ്യത്തെ പി റേസ് ടു 6 വരും. അടുത്തതോ സമ്മേണ്ടേല് ഫസ്റ്റത്തെ വെയിറ്റ് ഒരു വെയിറ്റ് വരില്ലേ? പി റേസ് ടു 5 ഇൻറ്റു 1 മൈനസ് പി വരും. 1 മൈനസ് പി റേസ് ടു എന്താ വരിക? അതിന്റെ വെയിറ്റ് 1 ആണ്. 1 0 0 0 അതിന്റെ വെയിറ്റ് 1 അല്ലേ? ഇനി അടുത്ത എന്താ വരിക? 0 1 0 0 0 അതും പി റേസ് ടു 5 ഇൻറ്റു 1 മൈനസ് പി അല്ലേ വരിക? പി റേസ് ടു 1 മൈനസ് പി റേസ് ടു 1. അടുത്തത് എന്താ വരിക? ഇതെല്ലാത്തിനും എന്താ വരിക? ബാക്കി എല്ലാവരും പി റേസ് ടു 5 ഇൻറ്റു 1 മൈനസ് പി അല്ലേ? അപ്പൊ ആഡ് ചെയ്ത് എഴുതാം.
ആണ് അതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ തീറ്റ പി ഓഫ് സി കണ്ടുപിടിക്കാന്ന് പറയുന്നത്. ഇത് നമ്മൾ മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചതാണ് ഇതിന്റെ. പക്ഷെ ഇവിടത്തെ നമുക്ക് എസ് ജി ടേബിൾ വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഇത്. അതായത് എസ് ടി ടേബിൾ വരയ്ക്കുക, എസ് ടി ടേബിൾ വരയ്ക്കണമെന്നില്ല, കോസറ്റ് ലീഡേഴ്സ് എഴുതിയാലും മതി. കോസറ്റ് ലീഡേഴ്സ് മൊത്തം എഴുതുക. ആ കോസറ്റ് ലീഡേഴ്സിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താ പി റേസ് ടു വെയിറ്റ് ഓഫ് യു ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ പി റേസ് ടു എൻ മൈനസ് വെയിറ്റ് ഓഫ് യു. ഞാൻ എഴുതാം അത് തീറ്റ പി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ സബ്മേഷൻ യു ബിലോങ്സ് ടു എൽ ഓഫ് ഇ. ഈ എൽ ഓഫ് ഇ എന്ന് പറയുന്നത് കോസറ്റ് ലീഡേഴ്സ് എടുത്താൽ മതി നമുക്ക്. പി റേസ് ടു എൻ മൈനസ് വെയിറ്റ് ഓഫ് യു ഇൻറ്റു 1 മൈനസ് പി. അവിടെ 1 മൈനസ് പി ചെയ്തിട്ടില്ല കേട്ടോ, അത് മിസ്റ്റേക്ക് ഉണ്ട്. 1 മൈനസ് പി റേസ് ടു വെയിറ്റ് ഓഫ് യു ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഓരോ കോസറ്റ് ലീഡേഴ്സ് എടുക്കുക, ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യുക. അപ്പൊ മൊത്തം എത്ര കോസറ്റ് ലീഡേഴ്സ് ഉണ്ടോ അത്രയും വരും ഈ സമ്മില് ആൾക്കാർ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്തിൽ വെച്ച് നമുക്ക് നിർത്താം.